ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ തംബ്നെയിലും ക്യാപ്ഷനും കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന്. ഞാൻ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കാനഡയിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ജോബ് കിട്ടിയത്, എന്ത് കോഴ്സാണ് ചെയ്തത്, എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എടുത്തോ, നാട്ടിൽ എന്തെങ്കിലും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണിത്. ഇപ്പം നാട്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിലോട്ട് അവരെ കരിയർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വലിച്ചിട്ടാതെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കൊരു പ്രീവിയസ് ബാങ്കിങ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ബാങ്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ തീർത്തും ശരിയല്ല. ഈ ബാങ്കിങ് കരിയറിലോട്ടുള്ള നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എൻട്രി ലെവൽ ജോബിലോട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഈ എൻട്രി ലെവൽ ജോബുകളായ ടെല്ലർ അഥവാ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള ജോബുകളൊക്കെ ഈ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബാങ്കിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഡിമാൻഡ് ചെയ്യാത്ത ഒരു ജോബ് ടൈറ്റിലാണ്. ബാങ്കിങ് അഥവാ കനേഡിയൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹയറിംഗ് നടക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലാണ്. കാനഡയിൽ 5 ലീഡിംഗ് ബാങ്കുകളാണ് TD, RBC, സ്കോഷ്യ ബാങ്ക്, CIBC ആൻഡ് BMO. വേറെ ഒരുപാട് ബാങ്കുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഹയറിംഗ് നടക്കുന്നത് ഈ ഒരു 5 ബാങ്കുകളിലാണ്. ഇവിടെയൊക്കെ കരിയർ സൈറ്റിൽ നിങ്ങൾക്ക് പോയാൽ കാണാം ഹൺഡ്രഡ്സ് ഓഫ് ജോബ് ഓപ്പണിംഗ്സും അതുപോലെ തന്നെ ഹയറിംഗും ആണ് നടക്കുന്നത്. പക്ഷെ പലരും ഇതിൽ അപ്ലൈ ചെയ്യുന്ന പോലും ഇല്ല. കാരണം അവരുടെ വിചാരം ഇതിനൊരു ബാങ്കിങ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുള്ളതാണ്. ഞാനൊരു ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. സ്റ്റിൽ ഞാൻ ഇന്നൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. സോ എൻ്റെ ഒരു കരിയർ ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ മേ ബി ഇതൊന്ന് കുറെ പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഞാൻ 2021 ഞാൻ കാനഡയിൽ വരുന്നത്. ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ MBA ആണ് ചെയ്തത്, 2 ഇയർ മാസ്റ്റർ ഡിഗ്രി. 2022 ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബേസ്ഡ് ഓൺ മൈ ക്വാളിഫിക്കേഷൻ അവരെനിക്ക് മാനേജ്മെന്റിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ആസ് പാർട്ട് ഓഫ് ദാറ്റ് അവരെന്നെ ഒരുപാട് റോൾസിൽ എന്നെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. വെയിറ്റേഴ്സ് ആയിട്ടും ഹോസ്റ്റസ് ആയിട്ടും അതിനുശേഷം ഇൻചാർജ് മാനേജറൊക്കെ ആയിട്ട് ഒരുപാട് ഇതിൽ അവർ എന്നെ ട്രെയിൻ ചെയ്യിച്ചു. പക്ഷേ ആ ഒരു ബിസി എൻവയൺമെന്റിൽ എനിക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. സോ അത് മാത്രമല്ല എൻ്റെ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. സോ അതൊരു ബെറ്റർ സ്റ്റാർട്ട് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരുപാട് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എൻ്റെ CVകളൊക്കെ ഞാൻ എൻ്റെ ഒരുപാട് റിക്രൂട്ടേഴ്സിന് അയച്ചു കൊടുക്കാൻ തുടങ്ങി. കാനഡയിലുള്ളവർക്കറിയാം റാൻസ്റ്റാൻ, റോബർട്ട് ഹാൾഫ്, അതുപോലെ തന്നെ ആപ്പിൾ, ഇതൊക്കെ വലിയ വലിയ റിക്രൂട്ടേഴ്സ് ആണ്. അങ്ങനെ ആപ്പിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. ഒരു ടെമ്പററി ആയിട്ടൊരു പോസ്റ്റ് ആയിരുന്നു, WSP, ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് ഫേം ആണ്. അവിടെ അഡ്മിൻ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു എനിക്ക് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഞാനത് എടുത്തു. 2 months ഞാൻ അവിടെ വർക്ക് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ അവിടെ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വേറെ ഒരുപാട് കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ബാങ്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ബാങ്കുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരു 4 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 ബാങ്കുകളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം പോലും എനിക്കൊരു കോൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. 4 മാസത്തിന് ശേഷം എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്രാഞ്ച് മാനേജർ എടുത്തുനിന്നായിരുന്നു, സ്കോഷ്യ ബാങ്കിൽ നിന്ന്. അതൊരു ഇന്റർവ്യൂ കോൾ ആയിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ ഡേ അവർ ഫിക്സ് ചെയ്തു, ഇന്റർവ്യൂ ടൈം ഒക്കെ ഫിക്സ് ചെയ്തു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ ഇന്റർവ്യൂ ചെയ്തത് ബ്രാഞ്ച് മാനേജറും അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ് ലീഡായിരുന്നു. നമ്മളെ അസിസ്റ്റന്റ് മാനേജർ തൊട്ട് താഴെയൊരു പോസ്റ്റാണത്. അപ്പം ഇവർ രണ്ടുപേരുമാണ് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റർവ്യൂ തന്നെയായിരുന്നു. ഒരു 45 minutes to 1 hour ആയിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അങ്ങനെ ആക്ച്വലി വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയത്. അതിന് കഴിഞ്ഞൊരു ഹാർഡ്ലി ഒരു 6 hours അതിനുശേഷം എനിക്ക് HR കോള് വന്നു. നെക്സ്റ്റ് റൗണ്ട് ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട്. HR ഇന്റർവ്യൂ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ പാക്കേജ്, നമ്മളുടെ ടൈമിംഗ് ഒക്കെ റെഡിയാക്കുന്ന ഒരു റൗണ്ടാണ് ആക്ച്വലി അത്. അങ്ങനെ ആ ഇന്റർവ്യൂവും കഴിഞ്ഞു. അവർ പാക്കേജ് ഫിക്സ് ചെയ്തു, അതുപോലെ തന്നെ ഹവേഴ്സ് ഫിക്സ് ചെയ്തു, എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 10th 2023 ഓഗസ്റ്റ് 10th ഞാൻ സ്കോഷ്യ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്. ആസ് എ കസ്റ്റമർ എക്സ്പീരിയൻസ് അസോസിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഇന്റർപേഴ്സണൽ സ്കില്ലോ അതുപോലെ തന്നെ ഒരു 1 year ഓഫ് കസ്റ്റമർ ഫേസിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എൻട്രി ലെവൽ ജോബുകളാണ് ബാങ്ക് ടെല്ലർ അഥവാ കസ്റ്റമർ എക്സ്പീരിയൻസ് അസോസിയേറ്റ്. ഇനി ഒരു ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ് കുറച്ചുകൂടി ഹൈ ആണ്. ഈ ബാങ്ക് ടെല്ലറിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, മോർഗേജസ്, അതുപോലെ തന്നെ അക്കൗണ്ട് റിലേറ്റഡ് ആക്ടിവിറ്റി എല്ലാം ടെല്ലറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ടെല്ലറിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇൻ 1 to 2 years നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അടുത്ത പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ
ചെയ്യുന്നതാണ്, ലൈക്ക് സീനിയർ എക്സ്പീരിയൻസ് അസോസിയേറ്റ്, അതുപോലെ തന്നെ ഈ ബാക്ക് ഓഫീസിലുള്ള ട്രഷറി, റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ വെൽത്ത് മാനേജ്മെന്റ്, അതുപോലെ തന്നെ റീറ്റെയിൽ ബാങ്കിങ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നീ റോളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ ചില റോൾസ് ഒക്കെ ചില കോഴ്സസ് അല്ലെങ്കിൽ ലൈസൻസിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആവണമെങ്കിൽ നമ്മൾ CIFC എന്ന് പറഞ്ഞൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കനേഡിയൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കോഴ്സ് എന്നാണ്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റോളിലേക്ക് പരിഗണിക്കപ്പെടുള്ളൂ. അപ്പം ആ ഒരു കോഴ്സിന് അത്യാവശ്യം $400 വരെ ചിലവാണ്. പക്ഷെ അതെല്ലാം നമ്മളുടെ ബാങ്ക് നമുക്ക് കവർ ചെയ്ത് തരും. പാർട്ട് ടൈമും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടുള്ള പൊസിഷൻസ് ബാങ്ക് ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷനും അതേ എക്സ്പീരിയൻസിൽ ഒരുപാട് പേര് പുറത്തുണ്ട്. അത് അവർ നിങ്ങളെപ്പോലെ തന്നെ ഇതേ കമ്പനിയിലോട്ട് ഒരേ പൊസിഷനിലോട്ട് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാൻസസ് ഹൈ ആക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്നാണ് റെഫറൻസിങ്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വെച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ആ കമ്പനിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാം. സോ കീപ് നെറ്റ്വർക്കിംഗ് ആൻഡ് ബിൽഡ് യുവർ നെറ്റ്വർക്ക്. എൻട്രി ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ $18 മുതൽ $22 വരെയാണ് പെർ അവർ നമുക്ക് ബാങ്ക് ഓഫർ ചെയ്യുന്നത് ആസ് സാലറി. അതുപോലെ തന്നെ ഒരുപാട് ബാങ്കിങ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഇൻവെസ്റ്റ്മെന്റ്, മോർഗേജ്, ക്രെഡിറ്റ് കാർഡ് എന്നിവന്നൊക്കെ ഫീ വേവും അതുപോലെ തന്നെ സർവീസ് ചാർജ് റിജക്ഷനും ഒക്കെ ആസ് എൻ എംപ്ലോയി നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾ സീരിയസ്ലി ഒരു ബാങ്കിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കനേഡിയൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കോഴ്സ് അഥവാ CIFC. IFSC ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. $400 ആണ് ഈ കോഴ്സിന്റെ മൊത്തം ഫീസ്. PDF അതുപോലെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെബ് ട്രെയിനിങ്ങും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. 60% മാർക്കാണ് നമുക്ക് 100ൽ ഇത് പാസ്സാവാൻ വേണ്ടത്. ഈ കോഴ്സ് പാസ്സായാലും നമ്മളുടെ ബാങ്കിങ് ജേർണി കുറച്ചുകൂടി എളുപ്പമാവുന്നതാണ്. അപ്പം ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.